അയ്യോ ഗുഡ് മോർണിംഗ്. ഞാൻ ബാക്കിലൊരു ഗുഡ് മോർണിംഗ് ഉണ്ടല്ലോ, ഷൂട്ട് കഴിഞ്ഞില്ല. കേട്ടോ ഒരു ഗുഡ് മോർണിംഗ്. കുറച്ച് നേരത്തെ എണീറ്റ്, വളരെ നേരത്തെ 9:23 രാവിലെ എണീക്കണം, സൂര്യോദയം കാണണം, ആഹാ വ്ലോഗ് എടുക്കണം. എന്തായാലും ഇന്നലെ വന്ന ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറി. എന്നാലും മുഖത്തൊരു ക്ഷീണമുണ്ട്. ഊട്ടിയിൽ വന്നിട്ടൊരു ഊട്ടി ചായ കുടിക്കട്ടെ. പാട്ടച്ചായ ആവാതിരുന്നാൽ മതി. ഗൈസ്, ഇതെന്താണെന്നറിയാമോ? കാണാം ചക്കര കമ്മി ചായ. നല്ല ഊട്ടി ചായ. How is the tea? താലിപ്പൊളിയത്. അമ്പലത്തിൽ പ്രസാദമായിട്ട് കുറച്ചു നേരം നിൽക്കുന്നു. ചെറിയൊരു പണി കിട്ടി. പോകാനുള്ള വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റാതെ. എന്താണ് മിസ്റ്റർ വിവേക്, താങ്കൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളതാ? ഒന്നും പറയാനില്ല, തണുപ്പായി കഴിഞ്ഞാൽ സൂക്കേടാ. വണ്ടിക്ക് പനി, ഒന്ന് ആവി പിടിക്കാൻ വേണ്ടി നിർത്തിയതാ. ഇത് ഡീസൽ വണ്ടിക്കൊക്കെ വരുന്ന പ്രശ്നമാണ്, അല്ലെങ്കിൽ പഴയ മോഡൽ വണ്ടികൾക്കുള്ള? ഡീസൽ വണ്ടിക്ക് അല്ലാതൊന്നുമില്ല, വരും. ഡീസൽ വണ്ടിക്ക് മിക്കവാറും വണ്ടിക്ക് വരുന്നതാണ്. വണ്ടി രാത്രി മുഴുവൻ തണുപ്പത്ത് വെച്ചുകൊണ്ട് സ്റ്റാർട്ടാവണില്ല. അപ്പോൾ ഒന്ന് ചൂടാക്കാൻ വേണ്ടി ബോണറ്റും തുറന്നിട്ട് അറിയാത്ത പണി ചെയ്യുന്ന ബിനോയ്. എന്താ ബിനോട്ട പ്രശ്നം? ചെറിയൊരു വയറ്. അവിടെയാണോ പ്രശ്നം? Come on, come on, come on, come on, come on. No raksha. Yes, mechanics on the floor. വെള്ളപ്പുകയാ കരുപ്പുകയാ? വെള്ളത്തിന് ವೈರೇ ಮೆಲ್ಟ್ ಆಗುತ್ತೆ. ಮೆಲ್ಟ್ ಆಗುತ್ತಾ? ಜಿಗ್ 1 hour later. അവസാനം വണ്ടി തള്ളി നോക്കിയപ്പോൾ അതാ പുകയും പറപ്പിച്ച് പോണോ. വണ്ടി ഒടുവിൽ സ്റ്റാർട്ടായി. $150, $200, $550 വാങ്ങി പോണ പോക്ക്. വെരി ബാഡ്. അയ്യോ അപ്പോ ഉണ്ണേട്ടാ, അങ്ങനെ ഉണ്ണേട്ടൻ്റെ അടുത്തുനിന്ന് ഇറങ്ങി. നെക്സ്റ്റ് മസനഗുഡി വഴി. എല്ലാവരും മസനഗുഡി വഴി ഊട്ടിക്ക് പോകുമ്പോൾ നമ്മൾ ഊട്ടിക്ക് വഴി മസനഗുഡിക്ക് പോകും. വെറൈറ്റി ആവട്ടെ, ഒരു വെറൈറ്റി എല്ലാവരും കണ്ടിരിക്കട്ടെ. ക്ഷീണമുണ്ട്. അങ്ങനെ വീണ്ടും ഗഡിയിലേക്ക്
ഓ ഒരക്കം മുന്നോട്ട്. നോ പാർക്കിംഗ്, അങ്ങനെ മൂട്ടിൽ തന്നെ വണ്ടി വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് ഫാക്ടറി. ഇവിടെ ഒരുവിധം എല്ലാ സാധനങ്ങളും കിട്ടും. എല്ലാത്തിനും മുകളിൽ മാനുഫാക്ചറിങ് ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ചായപ്പൊടികൾ, ഏലക്ക, അങ്ങനത്തെ സ്പൈസസ് മൊത്തമുണ്ട്. സ്വെറ്റേഴ്സ്. അത് ഞാൻ നമ്മൾ വന്നപ്പോൾ ഇടായല്ലോ. എന്താണ് ബർക്കിയ? ഇത് വർക്കിന്നുള്ളൂ വയ്ക്കുക. പർച്ചേസിങ് കഴിഞ്ഞ് പോകുന്ന മിസ്റ്റർ ബിനോയ്. ഇവിടുത്തെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ്, പ്ലാസ്റ്റിക് സാധനങ്ങൾ, പ്ലാസ്റ്റിക് കവറുകൾ ഒന്നും ഒരു ഷോപ്പിൽ നിന്ന് എവിടെയും കിട്ടൂല. ATM ക്യാഷ് എടുക്കാൻ വേണ്ടി വന്ന അപ്പോഴാണൊരു പുലിക്കുട്ടീനെ അവിടെ കണ്ടത്. പത്മിനി 1000 രൂപ തെറ്റി അയച്ചു പോയിട്ട് ബിനോയ് ചേട്ടൻ തിരിച്ചെത്തിയോ? എൻ്റെ അക്കൗണ്ടിലേക്ക് നേരെ മൂപ്പർ 1000 അയച്ചതാ, വേറെ എങ്ങോട്ടോ പോയി. എൻ്റെ ആ നമ്പറിലേക്ക് വിളിച്ച് ഉണ്ടാവും. അല്ല, നല്ല ആളാ, അതിനെക്കൊണ്ടാ കാര്യം പറഞ്ഞത്. വണ്ടി ഒന്ന് നിർത്തിയിട്ട് ഒന്ന് ചൂടാറിക്കോട്ടെ എന്ന് വെച്ചിട്ട് ബോണറ്റും തുറന്ന് വെച്ചേന്. അപ്പോൾ അതിനകത്ത് നിന്ന് രാവിലെ റിപ്പയർ ചെയ്ത സമയത്ത് ഒരു നട്ട് മിസ്സായി. ഈ ഒരു കാണുന്ന നട്ടില്ലേ, ഈ നട്ട് മിസ്സായതായിരുന്നു. അതുകൊണ്ട് ഈ നട്ടിൻ്റെ ഇതിൻ്റെ സൈഡിൽ ഇവിടെ ലോക്കായി കിടക്കുന്നു. വർക്ക്ഷോപ്പ് ഒരു മെക്കാനിക്ക് അത് കണ്ടില്ല, ഞങ്ങളത് ശ്രദ്ധിച്ചില്ല. ഒരു മിസ്സായിരുന്നു, ഞങ്ങളുടെ നിലം മുഴുവൻ തപ്പേനി. അപ്പോൾ അവസാനം സാധനം ചെറുതായിട്ടൊന്ന് ലോക്കാക്കി ഇട്ടിരിക്കണം. ഇനി അത് ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പ് കയറ്റിയിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യണത്. വല്ലാത്ത കഥ തന്നെ. 550 ഉറുപ്പ്യം കൊടുത്ത് പണി മുളനെടുത്ത്. അങ്ങനെ ഊട്ടിയിൽ നിന്ന് ഗൂഡല്ലൂർ വഴിക്ക് മസനഗുഡിക്ക് പോവാം. ഫോറസ്റ്റ് ഏകദേശം എത്തി തുടങ്ങി.
പിന്നെ പോകുന്ന വഴിക്കാണ് എന്തൊക്കെയോ കാണാനുണ്ടെന്ന് പറഞ്ഞത്. പോയി നോക്കാം. കടുവ. എവിടൊക്കെ നോക്കി എവിടെയും കിട്ടിയില്ല. ഊട്ടിയിൽ നിന്ന് വരുന്ന വഴിക്ക് എവിടെ നോക്കിയിട്ടും കിട്ടിയില്ല മാങ്ങ. ചെക്ക് പോസ്റ്റിന് കഴിഞ്ഞ് മുതുമല ചെക്ക് പോസ്റ്റിന്റെ അവിടെ എത്തിയിട്ടപ്പം പൈനാപ്പിളും മാങ്ങയും കൊണ്ട് തന്നു. മാങ്ങ മറ്റേ ഇതിനെങ്കിലും 50 റുപ്യ ഉള്ളൂ. മറ്റേ 4 ലക്ഷത്തെ എത്ര? 40 റുപ്യ. ഒരു പൈനാപ്പിള് 4 പീസാക്കിയതിന് 40 രൂപ. നല്ല ടേസ്റ്റ് ഉണ്ടോ? ഉപ്പിലിട്ട മാങ്ങയല്ല, പഴുത്ത മാങ്ങയല്ല, ഒരു പച്ചയല്ല. ഊട്ടിയിൽ വന്ന മാങ്ങ കഴിക്കണം എന്നാണ് ബിനോട്ടൻ പറയുന്നത്. ഓക്കെ, ഊട്ടിയിൽ വന്ന് മസ്റ്റായിട്ട് എല്ലാവരും മാങ്ങ കഴിക്കണം. വേറെ എന്ത് കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, മാങ്ങ കഴിക്കും. ഇത് അവിടെ ഒരു ആന. ആ കുട്ടി ഉണ്ടെങ്കിൽ തൊട്ടടുത്ത് കൊമ്പുണ്ടാവും. അത്ര ചെറുതൊന്നല്ല. വഴി ക്ലീനാക്കി കൊണ്ടിരിക്കുക. കറക്റ്റ് നിർത്തിയതാണെങ്കിൽ മരത്തിന്റെ മുകളിലും. മാനെ മാനെ പുള്ളിമാൻ പുള്ളിമാൻ കിട്ടാതെ കൊമ്പില്ല. കുട്ടിയാ അതിന്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ കൊമ്പായി എല്ലാവരും നിർത്തി. അടുത്തടുത്ത് കൊമ്പുണ്ട്. എന്നാൽ ഇത്ര മീറ്റർ അകലെ കൊമ്പുണ്ടാവും. ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോ ഇടത് ഭാഗത്ത് കൊമ്പം ഒറ്റടല്ല വണ്ടി. കുട്ടീനെ കാണുന്നില്ല. ആനപ്പന്തി ആനനെ മറ്റുള്ള ആന ഒന്ന് മാറ്റി കൂട്ടി ഒട്ടിയുള്ള അത്രയും ഹെൽപ്പുണ്ടാക്കിയ ആന. ഇതിന്റെ പേരെന്താ? അതിന്റെ പേര് കുംകിയാനയാ. അത് ഇവിടെ അല്ല. ഓക്കെ ഓക്കെ ഓക്കെ. മാനി മാനി. ഓ മൈ ഗോഡ്. ദിസ് ഈസ് താനം വെള്ളം കുടിക്കാൻ വരുന്ന പഴാസ്. പേപ്പർ റീസൈക്ലിംഗ് യൂണിറ്റ്, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ്, രണ്ടും ഒരു സ്ഥലത്ത്. സിംഹവാലൻ മയിലാണ്ടോ? ഒന്ന് പീലി ഇവിടെ എടുത്തോ. ഈ മസനഗുഡിക്ക് എങ്ങോട്ടാ പോവാ? പീലി ഇവിടെ എടുത്തോ, പീലി ഇവിടെ എടുത്തോ പ്ലീസ്. ഒന്ന് പീലി ഇവിടെ എടുത്ത് ഒന്ന് കാണട്ടെ, ഒന്ന് കാണട്ടെ. എന്നിട്ട് ഈ മസനഗുഡിക്ക് നേരെ പോയാൽ മതിയാ? പീലി ഇവിടെ എടുത്തുന്നേ. പോരുന്ന കോഴിക്കോടേക്ക് പീലി ഇവിടെ എടുത്തു, പീലി ഇവിടെ എടുത്തു. കുറവായി കള്ളൻ കണ്ടോ.
Don't feed animals. എനിക്കങ്ങനെ കൊടുക്കാൻ പാടില്ല. ആ മറ്റേ അമ്പലം എവിടെയാ നോക്കാം. ഇവിടെ സഫാരി റൈറ്റ് സൈഡ്, അതിന് അവിടെ സഫാരി ഉണ്ട്. എലിഫന്റ് ഈ പോകുന്ന വെള്ളത്തിൽ നിന്നാണ് മൃഗങ്ങളും ആ മൃഗങ്ങൾ വെള്ളം കുടിക്കുന്നത്. ആ പക്ഷികൾ. ഓക്കെ, അതാ വിട്ടത്. മോനെ കുറച്ച് ഉപ്പിലിട്ട കടല കിട്ടണം എനിക്ക്. ചവിട്ടൊന്നും വേണ്ട, ചിലപ്പോൾ വന്ന് കൊത്തിക്കൂട്. Don't feed animals. മാൻകൂട്ടം കണ്ടു മടുത്തു. മസനഗുഡി വഴി ഊട്ടിക്കുള്ള ശരിക്കുള്ള യാത്ര കണ്ടുകൊള്ളു. ഇവിടെ ഒരു തേങ്ങയില്ല. ദിസ് ഈസ് ദ സിംഹവാലൻ കുരങ്ങ്. ആ ഇട്ടോ. അങ്ങനെ യൂട്യൂബിലുള്ള വീഡിയോസും ഇൻസ്റ്റാഗ്രാം റീൽസും കണ്ടിട്ട് മസനഗുഡിക്ക് വന്നതാണ്. വരുന്ന വഴിക്ക് കണ്ട കാഴ്ചകളൊക്കെ ആവശ്യത്തിലധികം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങയില്ല. ആ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ വേറൊരു സ്ഥലത്തേക്ക് മസനഗുഡിയിൽ നിന്ന് കുറച്ച് ഉള്ളോട്ട് കയറിയിട്ടൊരു അമ്പലത്തിലെ ഉത്സവമുണ്ട്. അവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അവിടേക്ക് പോകുന്ന വഴിയും വ്യൂസും കാര്യങ്ങളൊക്കെ സെറ്റാണ്. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് അവിടെയും കൂടി ഒന്ന് കയറി കാണാമെന്ന് വിചാരിച്ചു. അവിടെ കയറി തകർത്തത് അടുത്ത വീഡിയോ കാണാം.